ലൈം എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് ലൈം കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈം സ്റ്റോണിൽ 5% കുറവ് ഇംപ്യൂരിറ്റി ഉള്ളതായിരിക്കും ഫാറ്റ് ലൈം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതും. ഹൈഡ്രോളിക് ലൈം ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കൺകാർ ലൈം സ്റ്റോൺ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ലൈം കളക്ട് ചെയ്തതിന് ശേഷം കാൽസിനേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലാം ബേണിംഗ് ഉണ്ട്, കിൽൻ ബേണിംഗ് ഉണ്ട്. ക്ലാം ബേണിംഗ് ആണെങ്കിൽ സ്മോൾ സ്കെയിലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ആയിരിക്കും. 3.6 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും. കിൽ ബേണിംഗ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിലിലുള്ള വർക്ക് ഈ കാൽസിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പെർമനന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും കിൽ ബേണിംഗ്. ഇതിൽ തന്നെ ഇന്റർമീഡിയറ്റ് കില്ലിനും ഉണ്ട്, കണ്ടിന്യൂസ് കില്ലിനും ഉണ്ട്. ഔട്ട്പുട്ട് ഇങ്ങനെ ഗ്യാപ്പിലാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പൊ ഒരു കേക്കൊക്കെ ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കേക്ക് ബേക്ക് ചെയ്ത് അടുത്തത് ഉണ്ടാക്കുന്ന അത്രയും ടൈം ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഇന്റർമീഡിയന്റ് ആയിട്ട് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കില്ലിനും ഉണ്ടായിരിക്കും. ഇതിൽ തന്നെ ഇന്റർമീഡിയറ്റിലും ഫ്ലെയിമും ഉണ്ട്, ഫ്ലെയറും ഉണ്ട്. കണ്ടിന്യൂസിലും ഫ്ലെയിം കില്ലിനും ഫ്ലെയർ കില്ലിനും വരുന്നുണ്ട്. ഫ്ലെയിം കില്ലിനാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ലെയറിൽ ലൈം സ്റ്റോണും ഫ്യൂവലും അറേഞ്ച് ചെയ്യും. ഫ്ലെയർ കില്ലിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂവല് ഈ ലൈം സ്റ്റോൺ ആയിട്ട് കോണ്ടാക്ട് വരില്ല.